യാഥാർത്ഥ്യം വോട്ടർമാരാണ്, യാഥാർത്ഥ്യം ഇവിടുത്തെ ജനങ്ങളാണ്. അവർക്കറിയാം അവര് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന പിണറായി വിജയന്റെ ഈ തമ്മാടി ഭരണത്തെ ഇവിടെ നിന്ന് തൂത്തെറിഞ്ഞാൽ ഇവിടുന്ന് തൂത്തെറിയപ്പെടാൻ പോകുന്നത് മറ്റു രണ്ട് നേതാക്കന്മാർ കൂടിയായിരിക്കും കേട്ടോ, വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും. പിന്നെ ഇവർക്ക് എന്ത് പ്രസക്തി? അണികൾ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് മനസ്സിലാവുമ്പോൾ ഈ പറയുന്ന സുകുമാരൻ നായർക്കും ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനും പിന്നീട് ഈ പറയുന്ന തങ്ങന്മാർക്കും പിന്നീട് എന്ത് പ്രസക്തിയാണ് കേരള സമൂഹത്തിൽ ഉണ്ടാവുക? അതാണ് സംഭവിക്കാൻ പോകുന്നത്. NSSലെ സുകുമാരൻ നായർ പറയുകയാണ്, BJPയും കോൺഗ്രസും വിശ്വാസികൾക്കൊപ്പമില്ല. എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? സുകുമാരൻ നായരായ നമുക്കറിയാലോ, 2018 സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം ഇവിടെ ആചാരം ലംഘിച്ചുകൊണ്ട് ആക്ടിവിസ്റ്റുകളായ സ്ത്രീകളെ കനകദുർഗയെയും ബിന്ദു അമ്മിനിയോ രഹന ഫാത്തിമയോ ഇവരെയൊക്കെ പോലീസിന്റെ അകമ്പടിയോടെ പോലീസിന്റെ ഡ്രസ്സൊക്കെ അണിയിപ്പിച്ചിട്ട് രാത്രിയുടെ മറവില് ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ട് വിശ്വാസികളെ ആകെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഇവരെ സന്നിധാനത്തിലേക്ക് കയറ്റിവിടുകയാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് NSSന്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ നാമജപ ഘോഷയാത്ര തുടങ്ങിയത്. പിന്നീടാണ് BJPയും കോൺഗ്രസും ഒക്കെ രംഗത്തേക്ക് വന്ന് നമുക്കറിയാം. ഇത്തരം ഈ വിശ്വാസ അല്ലെങ്കിൽ ആചാര ലംഘനത്തിനെതിരെ BJP സംഘപരിവാർ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു, കോൺഗ്രസുകാർ രംഗത്ത് വന്നിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ NSSകാരായിരുന്നു ഇതിന് തുടക്കമിട്ടത്. ആ NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറയുകയാണ്, എന്താ പറയുന്നത്? BJPയും കോൺഗ്രസും വിശ്വാസികൾക്കൊപ്പമില്ല. വിശ്വാസികൾക്കൊപ്പം കോൺഗ്രസും ഇല്ല, BJPയും ഇല്ല. വിശ്വാസികൾക്കൊപ്പം പിന്നെ ആരാണുള്ളത്? പിണറായി വിജയനാണുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. പിന്നെ ഈ സഖാക്കന്മാർക്ക് ആത്മവിശ്വാസം ഇങ്ങനെ വർദ്ധിക്കൂലേ? എന്തായാലും വെള്ളാപ്പള്ളി പോക്കറ്റിലാണ്. ഇടത്തെ പോക്കറ്റിൽ വെള്ളാപ്പള്ളി ഉണ്ട്, വലത്തെ പോക്കറ്റിൽ പാരുമായി സുകുമാരൻ നായരുമായി. അപ്പോൾ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് പിണറായി വിജയൻ നടന്നു നീങ്ങുന്നത് വലത്തെ പോക്കറ്റിൽ സുകുമാരൻ നായർ, ഇടത്തെ പോക്കറ്റിൽ വെള്ളാപ്പള്ളി നടേശൻ. ഇനി കൈക്കുമ്പിളിൽ ആരാണെന്നുള്ളത് അറിയോ? അതാണ് ഏറ്റവും വലിയ രസം. അത് ഏതോ ഒരു പത്രത്തിൽ കണ്ടല്ലോ, എനിക്ക് തോന്നുന്നു മാതൃഭൂമി, മനോരമ, യെസ്, മനോരമയുടെ ബാക്ക് പേജില് ഒരു വാർത്തയുണ്ട്, ഞെട്ടരുത്. മലബാറിലാണ്, കേരളത്തിലെ മൊത്തം അല്ല കേട്ടോ, മലബാറിൽ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്താൻ LDF പോരെ. അതായത് ഹിന്ദുക്കളുടെ ഹൈന്ദവരുടെ രണ്ട് സംഘടനകൾ, രണ്ട് നേതാക്കന്മാരും നമ്മളെ പോക്കറ്റിലായി. വലത്തും ഇടത്തും പോക്കറ്റില് വെള്ളാപ്പള്ളിയുമായി സുകുമാരൻ നായരുമായി. അപ്പൊ സ്വാഭാവികമായി നിങ്ങൾ കരുതപ്പെടുന്ന ന്യൂനപക്ഷങ്ങളാകെ അതോട് കൂടിയിട്ട് ഈ LDFനോട് ഗുഡ് ബൈ പറഞ്ഞ് അവര് കോൺഗ്രസിലേക്ക് പോകും എന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. നമ്മളിതാ എന്ത് നടത്താൻ പോകുന്ന മലബാറിലാണല്ലോ മുസ്ലിം മെജോറിറ്റി ഉള്ളത്. അതുകൊണ്ട് മലബാറിൽ ഞങ്ങളിതാ എന്ത് നടത്താൻ പോകുന്നു? പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം. കാരണം പലസ്തീനില് നമുക്കറിയാലോ, കുറെ കാലമായി ഗാസയിലെ വംശഹത്യ എന്നൊക്കെ പറഞ്ഞാണ്ട് ഇവർ ആദ്യം ഇത്തരത്തിലുള്ള കുറെ സംഗമങ്ങളൊക്കെ നടത്തിയതാണ്. അപ്പോഴാണ് ഹൈന്ദവ വോട്ടുകൾ പോയത്. ഇപ്പം CPM മനസ്സിലായി ഹൈന്ദവ വോട്ടുകൾ എവിടെയും പോയിട്ടില്ല. കാരണം എന്താണ്? ഈ രണ്ട് നേതാക്കന്മാർ പോക്കറ്റിലുണ്ടല്ലോ. സുകുമാരൻ നായർ പറഞ്ഞു കഴിഞ്ഞാൽ നായർ വോട്ടുകൾ മുഴുവനും, വെള്ളാപ്പള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഈഴവ വോട്ടുകൾ മുഴുവനും. പിന്നെന്താ പ്രശ്നം? അപ്പോ ഇനി ഒരു കാര്യം കൂടി ചെയ്യാം, ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകളും കൂടി കൈക്കലാക്കാം. അതിനിപ്പോ ചെയ്യാൻ പോകുന്ന എന്താണ്? ഈ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം. അതിന്റെ വാർത്ത എങ്ങനെയാണ് കേട്ടോ? പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് സമാനമായി മലബാറിൽ, അതാണ് ശ്രദ്ധിക്കേണ്ടത്, മലബാറിൽ, കേരളത്തിൽ മൊത്തമില്ല, മലബാറിൽ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്താൻ ഇടതുമുന്നണിയുടെ തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ മലബാറിലെ പ്രമുഖ മുസ്ലിം സംഘടനകൾക്കും ക്ഷണമുണ്ടാകും. പരമാവധി ന്യൂനപക്ഷങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടി ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡർക്ക് സ്വീകരണവും ഒരുക്കും. ഇതിപ്പം എന്താ പറയാ, യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളോടുള്ള ഐക്യദാർഢ്യമൊന്നുമല്ല. കാരണം യുദ്ധങ്ങൾ ഒരുപാട് ലോകത്ത് നടക്കുന്നുണ്ട്. ഉക്രൈനിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളും മരിച്ചു വീഴുന്ന യുവാക്കളും മരിച്ചു വീഴുന്ന മനുഷ്യരും എന്ന് പറഞ്ഞാൽ ഗാസയിൽ മരിച്ചു വീഴുന്നവരെക്കാൾ എത്രയോ കൂടുതലാണ്. യമനിൽ ഇതേപോലുള്ള സംഘർഷങ്ങളും യുദ്ധങ്ങളും നടക്കുന്നുണ്ട്. ലോകത്ത് പല ഭാഗത്തും നടക്കുന്നുണ്ട്. പക്ഷെ ഗാസ മാത്രമാണ് ടി പത്മനാഭന് കഥ എഴുതാൻ തോന്നുന്നത്. ഗാസയിലെ ഈ കുഞ്ഞുങ്ങളുടെ നിലവിളിയാണ്. ലീലാവതി ടീച്ചർക്ക് ഓണത്തിന് ഉണ്ണാതിരിക്കുന്നത് ഈ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ നിലവിളി കേട്ടിട്ടാണ്. അതേപോലെ തന്നെ പിണറായി വിജയൻ ആകെ ബേജാറാകുന്നത്
ഗാസയിലെ കുഞ്ഞുങ്ങളുടെ നിലവിളി കേട്ടാണ് ഇപ്പോഴിതാ പിണറായി വിജയൻ ഉണ്ണാതിരിക്കുന്നത് ഉറങ്ങാതിരിക്കുന്നത് അല്ല കേട്ടോ. പിണറായി വിജയന് അടുത്ത മൂന്നാം വട്ടം അധികാരത്തിലേറാനുള്ള ഒരു തുരുപ്പ് ചീട്ട് എന്ന് പറയുന്നത് അതുകൂടിയാണ്. ഏതുകൂടിയാണ്? ഗാസയിലെ കുട്ടികളെ ഓർത്തുള്ള, ഗാസയിലെ സ്ത്രീകളെ ഓർത്തുള്ള, ഗാസയിലെ യുവാക്കളെ ഓർത്തുള്ള, ഗാസയിൽ മരിച്ചു വീഴുന്നവരെ പറ്റി ഓർത്തുള്ള കണ്ണുനീർ. ഇസ്രായേൽ 1400ഓളം കുട്ടികളെയും യുവതികളെയും അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തി, അല്ലെങ്കിൽ ബയണറ്റ് കൊണ്ട് കുത്തിക്കൊന്നു. അതിദാരുണമായി ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ മനുഷ്യ കുരുതിയായിരുന്നു ഈ പറയുന്ന ഹമാസ് ഭീകരന്മാർ ഇസ്രായേലിൽ നടത്തിയത്. അതിനുള്ള പ്രതികാരമാണ് നെതന്യാഹു ചെയ്യുന്നത്. അതിനുള്ള പ്രതികാരം അത്രേ ചെയ്യുള്ളൂ. ഏത് രാഷ്ട്രത്തലവന്മാരും ഇതൊക്കെ ചെയ്യും. ഇതല്ലതിന് അങ്ങേപ്പുറം ചെയ്യും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഇതങ്ങനെ ഇന്ത്യയിലായിരുന്നെങ്കിലോ. നമുക്കറിയാലോ, 26 പെഹൽഗാമിൽ 26 ഹൈന്ദവ വിശ്വാസികളെ തുണി പൊക്കി നോക്കിയിട്ട് ഇവരെ ഹിന്ദുക്കളാണ് എന്നും മനസ്സിലാക്കിയിട്ട് ഇവരെ കൊല ചെയ്ത ആ നടുക്കുന്ന സംഭവം നമ്മൾ തിരിച്ചടിച്ചില്ലേ? ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടിച്ചു, പാകിസ്ഥാനെ ഞെട്ടിപ്പിച്ചു. ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ, ഭീകര കേന്ദ്രങ്ങളാകെ തവിട് പൊട്ടിയാക്കി നമ്മൾ, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 1400ഓളം ഇന്ത്യക്കാരെ, 1400ഓളം പിഞ്ചു കുഞ്ഞുങ്ങളെ ഇതേ രീതിയിൽ ഒരു ഭീകര രാഷ്ട്രം ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുവോ? തീർത്ത് കളയില്ലേ? അതാണ് നെതന്യാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കിവിടെ ഉക്രൈനിലെ കുഞ്ഞുങ്ങളെ പറ്റി കരഞ്ഞാൽ വോട്ട് കിട്ടില്ല, യമനിലെ കുഞ്ഞുങ്ങളെ പറ്റി കരഞ്ഞാൽ വോട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് വോട്ട് കിട്ടണമെങ്കിൽ ആരെപ്പറ്റി ഓർത്ത് കരയണം? ഗാസയിലെ കുട്ടികളെ പറ്റി ഓർത്ത് കരയണം. അതിനുള്ള പേരാണ് പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം. അപ്പോൾ ഈ പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം കൂടി നടത്തുന്നു. ഇനി പിണറായി വിജയൻ 3-ാം പ്രാവശ്യമല്ല, 4-ാം പ്രാവശ്യമല്ല, എന്താ പറയാ, നമ്മള് കൽപ്പാന്തകാലത്തോളം, അങ്ങനെ പറയണം അല്ലെ, കൽപ്പാന്തകാലത്തോളം കേരളത്തിൽ CPM തന്നെയായിരിക്കും ഭരണം. കാരണം എന്താണ്? ഇടത്തെ പോക്കറ്റിൽ വെള്ളാപ്പള്ളി, വലത്തെ പോക്കറ്റിൽ സുകുമാരൻ നായര്, കൈപ്പിടിയിൽ ആര്? മുസ്ലിം ന്യൂനപക്ഷങ്ങൾ. പോരെ? ഇങ്ങനെ പോയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 സീറ്റിൽ ഒരു സീറ്റ് പോലും UDF കിട്ടില്ല, ഒരു സീറ്റ് പോലും BJP കിട്ടിയില്ല. 140 സീറ്റും കാരണഭൂതന്റെ പാർട്ടി കൊണ്ടുപോകും. കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? എല്ലാരും നിങ്ങൾ കേട്ടിട്ട് 50 പോയിരിക്കും അല്ലെ? 50 ഇയാളത് എന്തൊക്കെയാ പറയുന്നത്? 140 സീറ്റിൽ ആമേ. നിങ്ങളൊന്ന് കണക്കുകൂട്ടി നോക്കിയാൽ മതി. ഇടത്തെ പോക്കറ്റിൽ വെള്ളാപ്പള്ളിയും വലത്തെ പോക്കറ്റിൽ സുകുമാരൻ നായരും കൈപ്പിടിയിലെ മുസ്ലിം വോട്ട് ബാങ്കും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെപ്പോ എന്താ സംശയം തന്നെ? 140-ൽ 141 വേണമെങ്കിൽ കിട്ടും, ഒരു സംശയവുമില്ല. കാരണം ഇവര് ഞാൻ ആ സുകുമാരൻ നായരുടെ പ്രസ്താവനയിലേക്ക് വരികയെ, BJPയും കോൺഗ്രസും വിശ്വാസികൾക്കൊപ്പമില്ല. സുകുമാരൻ നായർ എന്തൊക്കെയാ പറഞ്ഞു അറിയോ? ഇത് സുകുമാരൻ നായർ ദേശാഭിമാനിക്ക് അനുവദിച്ച ഇന്റർവ്യൂ അല്ല കേട്ടോ. ഇത് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന സുകുമാരൻ നായരുടെ ഇന്റർവ്യൂ ഇവരെടുത്ത് കൊടുത്തതാണ്. ഇതിങ്ങനെയാ പറയുന്നത്: ശബരിമലയുടെ സമഗ്ര വികസനത്തിനായി ചേർന്ന ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ പ്രചാരണത്തിനിറങ്ങിയ UDFനും BJPക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. വിശ്വാസ സമൂഹത്തിന്റെ ആചാരങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാൻ BJPയോ കോൺഗ്രസോ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. സുകുമാരൻ നായരുടെ ഡയലോഗ് ഉണ്ടല്ലേ? വിശ്വാസികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആകെ ചെയ്തത് പിണുവാണ്, കാര്യങ്ങളൊക്കെ ചെയ്തതാ പറയുന്നത്. മൂപ്പര് കണ്ടില്ലേ? ഗീത ഇങ്ങനെ കലക്കി കുടിച്ച ആളാണ്. അപ്പൊ സുകുമാരൻ നായരെ, അപ്പൊ ഇവരെന്താണ് ഈ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം മാറ്റി കൊടുക്കാത്തത്? ഇപ്പോഴും സുപ്രീം കോടതിയുടെ വിധി നിലവിലുണ്ടല്ലോ. ഇപ്പോഴും വേണമെങ്കിൽ സ്ത്രീകൾക്ക് കയറി പോകാലോ. ബിന്ദു അമ്മിനിക്കും കനകദുർഗക്കും രഹന ഫാത്തിമക്കും ഒക്കെ വേണമെങ്കിൽ ഇന്നും നാളെയൊക്കെ ശബരിമലക്ക് പോകാം. കാരണം സുപ്രീം കോടതി ആ വിധി സ്റ്റേ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ മറ്റൊന്ന് എന്താ പറയാ, ഈ കേസുകൾ ആയിരക്കണക്കിന് കേസുകൾ. ഇതില് സുകുമാരൻ നായരുടെ പാർട്ടിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കെതിരെ കേസുകളുണ്ട്. കേസുകളും പിൻവലിച്ചിട്ടില്ല. എങ്കിലും ഇതൊന്നും കേസുകൾ പിൻവലിച്ചിട്ടില്ല, സത്യവാങ്മൂലം തിരുത്തി കൊടുത്തിട്ടില്ല. ആചാര ലംഘനം വേണമെന്ന് പറയുന്ന സത്യവാങ്മൂലം തിരുത്തി കൊടുത്തിട്ടില്ല. ഇതൊക്കെ ചെയ്തിട്ടും സുകുമാരൻ നായർ പറയുന്നു വിശ്വാസികൾ ആർക്കൊപ്പമാണ്? പിണുവിനൊപ്പമാണ് എന്ന് പറയുമ്പോ സുകുമാരൻ നായർ അങ്ങനെ ആലോചിക്കാതെ പറയുന്ന ആളാണോ? നിങ്ങൾ എന്നെ വിചാരിക്കുക. സുകുമാരൻ നായർ ഒന്നും കാണാതെ അങ്ങനെയൊക്കെ പറയോ? സുകുമാരൻ നായർ വളരെ കൃത്യമായിട്ട് ഈ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്. എന്താ പറയുന്നത് അറിയോ? കാരണം
എനിക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ പറയുന്നത് എനിക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സ്ത്രീയും കനകദുർഗയല്ല, ബിന്ദു അമ്മണിയല്ല, രഹന ഫാത്തിമയല്ല, ഇനി എന്റെ അങ്ങപ്പുറത്തെ പെണ്ണുങ്ങൾ വന്നാലും പിണറായി ശബരിമലയിൽ കേട്ടില്ല. ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പിണറായി ഉറപ്പ് കൊടുക്കേണ്ടത് സുകുമാരൻ നായർക്ക് മാത്രമാണ് ഉറപ്പ് കൊടുക്കേണ്ടത്? വെള്ളാപ്പള്ളിക്ക് പിന്നെ ഒരു ഉറപ്പും വേണ്ട. വെള്ളാപ്പള്ളി എന്തായാലും പിണറായി വിജയനെ എടുത്ത് എറിഞ്ഞാലും ചാടി കയറിങ്ങാണ്ട് പിണറായി വിജയന്റെ അടുത്ത പോക്കറ്റിൽ വെള്ളാപ്പള്ളി കയറിയിരിക്കും, നമുക്കൊക്കെ അറിയാം. അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ കാര്യം മഹാ അബദ്ധാണെന്ന് നമുക്കൊക്കെ അറിയാം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം എടുത്ത് വലിച്ചെറിഞ്ഞാലും വെള്ളാപ്പള്ളി പിണറായിയുടെ അടുത്ത പോക്കറ്റിൽ ഉണ്ടാവും. പക്ഷെ വലത്തെ പോക്കറ്റിൽ സുകുമാരൻ നായർ ചാടിയിരിക്കാനുള്ള കാരണം നമുക്ക് പെട്ടെന്നാണ്ട് മനസ്സിലാവില്ല, നമുക്ക് ദഹിക്കില്ല. കാരണം നാമജപ ഘോഷയാത്ര നടത്തിയ വിശ്വാസി സമൂഹം പറയാണ് ഇപ്പതാ പിണറായിക്ക് കൂടിയാണ്. പിണറായി ആവട്ടെ ഈ ആചാര ലംഘനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം പിൻവലിച്ചിട്ടില്ല. ആയിരക്കണക്കിന് കേസുകൾ അയ്യപ്പ ഭക്തന്മാർക്കെതിരെ, പ്രത്യേകിച്ചും എൻ എസ് എസിലെ വളണ്ടിയർമാർക്കെതിരെ എടുത്ത കേസുകളും പിൻവലിച്ചിട്ടില്ല. എന്നിട്ടും സുകുമാരൻ നായർ പറയുന്നു വിശ്വാസികൾ എന്ന് പറയുന്നത് ആരാണ്? സഖാക്കന്മാരാണ്. ശ്രീകോവിലിന് മുന്നിൽ കൈ രണ്ടും താഴ്ത്തിയിട്ട് സ്റ്റാൻഡേർഡീസിൽ നിൽക്കുന്ന ഈ പറയുന്ന ഈ ശ്രീകോവിലിനുള്ളിലേക്കൊന്നും നോക്കാൻ പോലും മടിക്കുന്ന ശബരിമല തന്ത്രിയെ തെറി പറയുന്ന, ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ വന്നിരുന്നിട്ട് ആ വിളക്ക് കത്തുന്ന സ്ഥലത്താണോ നിങ്ങളെ ശ്രീകൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് പുച്ഛത്തോടെ ചോദിച്ച പിണറായിക്കൊപ്പമാണ് ഞാൻ എന്ന് സുകുമാരൻ നായർ പറയുമ്പോ, ശബരിമല തന്ത്രി എന്ന് പറയുന്ന ആള് മഹാവ്യഭിചാരിയാണ് എന്ന് പൊതുസമ്മേളനത്തിൽ പറയുന്ന പിണറായിക്കൊപ്പമാണ് വിശ്വാസി സമൂഹം എന്ന് സുകുമാരൻ നായർ പറയുമ്പോ എന്താ പറയേണ്ടത്? അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത്, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെ കണക്കുകൾ തിരിച്ചും മറിച്ചും കൂട്ടിയാലും ഒരു സീറ്റ് പോലും UDF കിട്ടുന്ന അവസ്ഥയില്ല, ഒരു സീറ്റ് പോലും BJP കിട്ടുന്ന അവസ്ഥയില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇത് ദേശാഭിമാനിയിലെ തട്ടിക്കൂട്ട് വാർത്ത ആണോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോഴേ അതുകൂടി ഒന്ന് പറഞ്ഞുതരാം. കാരണം ദേശാഭിമാനിയിലെ വാർത്തയൊന്നും നമുക്ക് കണ്ട് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ദേശാഭിമാനി കള്ളത്തരം പറയുന്നതിന്റെ ഉസ്താദുകളല്ലേ. അപ്പൊ സുകുമാരൻ നായർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? എന്താ പറഞ്ഞത്? BJPയും കോൺഗ്രസും വിശ്വാസികൾക്കൊപ്പമില്ല. പിന്നെ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ യഥാർത്ഥത്തിൽ ഇന്ത്യൻ എക്സ്പ്രസിൽ കൊടുത്ത ഇന്റർവ്യൂ നോക്കാം. ഇന്ത്യൻ എക്സ്പ്രസിൽ കൊടുത്ത ഇന്റർവ്യൂല് ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് അറിയോ? How do you means NSSനോട് ചോദിക്കുകയാണ്, how do you see the outcome of the ആഗോള അയ്യപ്പ സംഗമം? അപ്പൊ സുകുമാരൻ നായർ പറയുന്നു, our aim is to protect the age-old rituals, customs and traditions of Sabarimala at any cost. When the Supreme Court gave its verdict on women's entry, NSS alone launched a protest in the form of Namajapa processions. Congress and BJP didn't join at that time. They only joined later, after they realized that believers were participating en masse. അതായത് നാമജപ ഘോഷയാത്രയിൽ NSS ഇറങ്ങിയതിന് ശേഷമാണ് BJPക്കാരും കോൺഗ്രസ്സുകാരൊക്കെ വന്നത്. അപ്പൊ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സുകാർക്കും BJPക്കാർക്കൊന്നും വലിയ റോളൊന്നുമില്ല എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. ഹാസ് ദ LDF ഗവൺമെന്റ് ചേഞ്ച് ഇറ്റ് സ്റ്റാൻഡ് എന്നാണ് അഭിമുഖകാരൻ ചോദിക്കുന്നത്. LDF ഗവൺമെന്റ് അവരുടെ നിലപാടിൽ മാറ്റം വരുത്തിയോ? അവരുടെ നിലപാടെന്ന് പറഞ്ഞാൽ, LDFന്റെ നിലപാടെന്ന് പറഞ്ഞാൽ ആചാര ലംഘനത്തിന്, വിശ്വാസ ലംഘനത്തിന് അനുകൂലമാണ് LDFന്റെ നിലപാട്. അത് അവർ തിരുത്തിയോ എന്ന് ചോദിക്കുമ്പോ, though the Supreme Court ruling went against us, the LDF government didn't enforce women's entry. If they wanted, they could have done it. They kept traditions intact. The BJP government at the center did nothing. Neither did Congress. അപ്പൊ സുകുമാരൻ നായർ പറയുന്നത്, വിധി അങ്ങനെയാണെങ്കിലും LDF ഗവൺമെന്റ് പിന്നെ സ്ത്രീകളെ ഒന്നും കേട്ടിട്ടില്ലല്ലോ എന്ന്. വിധി അങ്ങനെയാണൊക്കെ ശരി തന്നെ, പക്ഷെ LDF ഗവൺമെന്റ് അങ്ങോട്ടേക്ക് സ്ത്രീകളെ കേട്ടിട്ടില്ല. പിന്നെ BJP ആണെങ്കിൽ കാര്യമായിട്ട് ഇതിനു വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടുമില്ല. ഡിഡ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഗീവ് NSS എനി അഷുറൻസ്? അവിടെയാണ് ഏറ്റവും പ്രധാനം. അഭിമുഖകാരൻ ചോദിക്കുന്നു, ഡിഡ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഗീവ് NSS എനി അഷുറൻസ്? എന്തെങ്കിലും ഉറപ്പ് പിണറായി NSSന് തന്നിട്ടുണ്ടോ? ആ മറുപടിയാണ് ഏറ്റവും പ്രധാനം. യെസ്. സുകുമാരൻ നായർ പറയുന്നു, യെസ്, ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് കാരണഭൂതം ഉറപ്പ് നൽകിയിട്ടുണ്ട്.
The government assured us that they will resolve the issue in Sabarimala. They also assured us that customs will be protected and they won't do anything against it. ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ശബരിമലയിലെ വിശ്വാസ ലംഘനത്തിന്, ആചാര ലംഘനത്തിന് ഒന്നും ഇനി ഞങ്ങൾ ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. കേസുകൾ പിൻവലിക്കേണ്ട, സത്യവാങ്മൂലം പിൻവലിക്കേണ്ട, പക്ഷെ പിണറായി ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. മറ്റൊന്ന്, ഈസ് ദാറ്റ് വൈ NSS സപ്പോർട്ടഡ് സംഗമം? എന്തുകൊണ്ടാണ് ഈ എന്താ പറയുക അയ്യപ്പ ആഗോള സംഗമത്തിന് NSS പിന്തുണ പ്രഖ്യാപിച്ചത്? യെസ്, വെൻ ദ ഗവൺമെന്റ് കറക്ട്സ് ഇറ്റ്സ് സ്റ്റാൻഡ് വി ടു ഷുഡ് കോപ്പറേറ്റ്. സുകുമാരൻ പറയുന്നു സർക്കാർ അവരുടെ നിലപാട് എന്ത് ചെയ്തു, കറക്റ്റ് ചെയ്തു എന്ന്. അപ്പൊ സുകുമാരൻ നായർക്ക് തോന്നി, അല്ല സുകുമാരൻ നായർ വിശ്വസിക്കുന്നു ഇവരുടെ നിലപാട് എന്ത് ചെയ്തു, നിലപാട് മാറ്റി. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് അങ്ങനെയാണ് LDF ചെയ്യുന്നെങ്കിൽ ഇവർ ചെയ്യേണ്ടത് ആദ്യം സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം മാറ്റണം. രണ്ടാമത് ഇവിടെ ആയിരക്കണക്കിന് പേർക്കുള്ള കേസുകൾ പിൻവലിക്കണം. പിന്നീട് മാപ്പ് പറയണം, വിശ്വാസി സമൂഹത്തോട് മാപ്പ് പറയണം. തല്ലിച്ചതച്ചില്ലേ ഈ അയ്യപ്പൻ, നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനും മാളിയപ്പുറവും കല്യാണം കഴിച്ചുവെന്ന് പൂമരൻ പറഞ്ഞില്ലേ? ഇവിടത്തെ തന്ത്രിയെ കുറിച്ച് അസഭ്യങ്ങൾ പറഞ്ഞില്ലേ? ഇതിനൊക്കെ മാപ്പ് പറയണ്ടേ പിണറായി വിജയൻ? അല്ലാതെ സുകുമാരൻ നായർ ഒരു രാത്രി ഉറങ്ങി എണീറ്റിട്ട് പിണറായി വിജയൻ വിശുദ്ധനാണ്, നല്ലവനാണ്, വിശ്വാസിയാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ, ഇയാള് വെള്ളാപ്പള്ളി നേരത്തെ പറഞ്ഞു പിണറായി വിജയൻ വിശ്വാസിയാണ്, ഇപ്പതാ നായരും പറയുന്നു പിണറായി വിജയൻ വിശ്വാസിയാണ് എന്ന്. പോരെ? ഇനി അവസാനത്തെ ഒരു ചോദ്യം കൂടിയുണ്ട്. ഡു യു തിങ്ക് കോൺഗ്രസ് ഡിഡ് നോട്ട് വാണ്ട് ഹിന്ദു വോട്ട്സ് ചോദിക്കുകയാണ്. അപ്പൊ കോൺഗ്രസിന് ഹിന്ദുക്കളുടെ വോട്ട് വേണ്ടേ? It seems they do not want Hindu votes. Maybe they only want minority votes. അവർക്ക് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മാത്രം മതിയാകുമെന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. അതായത് എനിക്ക് അങ്ങനെ തോന്നുകയാണ്, അവർക്ക് ഹിന്ദു വോട്ടുകൾ വേണ്ട എന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ അവർക്ക് ന്യൂനപക്ഷ വോട്ടുകൾ മാത്രമേ വേണ്ടതുള്ളൂ എന്ന് സുകുമാരൻ നായർ പറയുന്നു. അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് സ്ഥിതിഗതികൾ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞത് 140 സീറ്റും CPM കൊണ്ടുപോകും. ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയമായിരിക്കും ഇടതുപക്ഷം നേടാൻ പോകുന്നത്. കാരണം എന്താണ്? ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഇടത്തെ പോക്കറ്റിൽ വെള്ളാപ്പള്ളി, വലത്തെ പോക്കറ്റിൽ സുകുമാരൻ നായർ, കൈപ്പിടിയിൽ ആര്? ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾ. പക്ഷേ ഞാൻ പറയുന്നു, സുകുമാരൻ നായർ പറഞ്ഞാൽ എത്ര നായന്മാര് കേൾക്കും? ഈ പറയുന്ന വെള്ളാപ്പള്ളി പറഞ്ഞാൽ എത്ര തീയന്മാരും എത്ര ഈഴവന്മാരും കേൾക്കും? ഈ ന്യൂനപക്ഷ ഐക്യദാർഢ്യ സംഗമം, അതായത് പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം നടത്തിയാൽ ഇവിടുത്തെ എത്ര മുസ്ലിങ്ങൾ ഇത് വിശ്വസിച്ച് ഈ പറയുന്ന പിണറായി വിജയനൊപ്പം നിൽക്കും? അവിടെയാണ് അതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്, അല്ലെങ്കിൽ അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. കാരണം കാലം പഴയ കാലമല്ല. പണ്ടൊക്കെ സുകുമാരൻ നായർ ഒരു കാര്യം പറഞ്ഞാൽ സുകുമാരൻ നായരുടെ കൂടെയുള്ള സുകുമാരൻ നായരുടെ ഈ പറയുന്ന നായന്മാർ മുഴുവനും സുകുമാരൻ നായർ പറയുന്ന ആ പാർട്ടിക്ക് കുത്തുമായിരുന്നു. വെള്ളാപ്പള്ളി പണ്ട് പറഞ്ഞാലൊന്നും അങ്ങനെ കുത്തലൊന്നുമില്ല. ഇനി അങ്ങനെ വിചാരിക്കുക, പണ്ട് അങ്ങനെയായിരുന്നു. ഇന്നങ്ങനെയല്ല. ഇന്ന് വെള്ളാപ്പള്ളി പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ഈഴവനും ഒരു ഒന്നില്ലെന്ന്. കാര്യം മാറി, കാലം മാറി. എല്ലാവർക്കും ബോധ്യമുണ്ട്, എല്ലാവർക്കും വിവരമുണ്ട്. എല്ലാവരും പിണറായി വിജയന്റെ നാറിയ ഭരണം ഒരു സെക്കൻഡെങ്കിലും നേരത്തെ അവസാനിപ്പിക്കണമെന്ന ദൃഢനിശ്ചയത്തിലാണ്. ഇവിടെ സുകുമാരൻ നായരല്ല, ഇനി വെള്ളാപ്പള്ളിയല്ല, ഇനി ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ ഏത് കിതാബ് പിടിച്ച അങ്ങന്മാരാണെങ്കിലും ഇവരൊന്നും പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വീണ്ടും തലവെച്ച് കൊടുക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വീണ്ടും തലവെച്ച് കൊടുക്കുന്നു തോന്നുന്നുണ്ടോ? അപ്പൊ അതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അതാണ് ഇവരുടെയൊക്കെ ഈ സന്നാഹങ്ങളും ഇവരുടെ ഈ കെട്ടുകാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരു എന്താ പറയാ, ഇതൊരു കണക്ക് കൂട്ടിയും കിഴിച്ചൊക്കെ വരുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ് ശരി. അതായത് 140 സീറ്റിലും ഇവിടെ CPM ജയിക്കാൻ പോകുന്നു. പക്ഷെ അത് കണക്കുകൾ മാത്രമാണ്. യാഥാർത്ഥ്യം വോട്ടർമാരാണ്. യാഥാർത്ഥ്യം ഇവിടുത്തെ ജനങ്ങളാണ്. അവർക്കറിയാം അവര് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന പിണറായി വിജയന്റെ ഈ തമ്മാടി ഭരണത്തെ ഇവിടുന്ന് തൂത്തെറിയപ്പെടാൻ പോകുന്നത് മറ്റു 2 നേതാക്കന്മാർ കൂടിയായിരിക്കും കേട്ടോ, വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും. പിന്നെ ഇവർക്ക് എന്ത് പ്രസക്തി? അണികൾ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് മനസ്സിലാവുമ്പോൾ ഈ പറയുന്ന സുകുമാരൻ നായർക്കും ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനും പിന്നീട് ഈ പറയുന്ന തങ്ങന്മാർക്കും പിന്നീട് എന്ത് പ്രസക്തിയാണ് കേരള സമൂഹത്തിൽ ഉണ്ടാവുക?
അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഏതായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങളുണ്ട്, അത് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.